നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കാണാൻ വന്നു. രണ്ടാഴ്ചയാവും. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം, ഈ ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ ടെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും. കാരണം അവർക്ക് ഒരിക്കലും ഒരു ശാന്തമായ മുഖം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മളങ്ങോട്ട് ചോദിക്കും, എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പണം വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി, അതൊക്കെ കുറച്ച് കൊടുക്കും. എവിടെ കൊടുക്കും? ചാലക്കമ്പോളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ പലിശയ്ക്ക് കൊടുക്കും? അതിപ്പോൾ രാവിലെ കൊടുത്താൽ വൈകുന്നേരം കിട്ടുന്ന പൈസയാണ് അത്. 100 രൂപ കൊടുത്താൽ 110 രൂപയെ 250 രൂപയായിട്ട് തിരിച്ച് കിട്ടും വൈകുന്നേരം ആകുമ്പോൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗതിയും ഇല്ലാത്തവരാണ് ഈ പലിശയ്ക്ക് എടുക്കുന്നത്. ആ മനസ്സ് ശപിച്ചുകൊണ്ടായിരിക്കും ആ പൈസ തിരിച്ചു കൊടുക്കുന്നത്. ആ പൈസ ഇയാൾക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതുണ്ടോ? ഒരിക്കലും പറ്റില്ല. പണം പലിശയ്ക്കുള്ള ഏർപ്പാട് കൊടുത്ത് പണം ബാക്കിയുള്ളവൻ്റെ കയ്യിലെ പണം മേടിച്ച് എത്ര സമ്പത്തുണ്ടാക്കിയാലും അത് മൂന്നാമത്തെ തലമുറ അനുഭവയോഗമില്ല എന്നതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ. തെളിവുകളാണ്. നമുക്കിങ്ങനെ എണ്ണി 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 പറയാൻ പറ്റും. അർഹതയില്ലാത്ത പണം. ഒരു മനുഷ്യൻ ഒരു സ്വാമിയെ കാണുന്നതും ഒരു ജ്യോതിഷനെ കാണുന്നതൊക്കെ ജീവിതം വഴിമുട്ടുമ്പോഴാണ്. പണം പലിശയ്ക്കെടുക്കുന്നത്, ബിസിനസ് ചെയ്യാം, ബിസിനസ് ചെയ്യാൻ കൂടെ പണം വാങ്ങിക്കാം. പണം വാങ്ങിച്ച് 10ഉം 20ഉം രൂപ പലിശയ്ക്ക് എടുക്കുന്നവരുണ്ട്. ഒരു മനസാക്ഷിയിൽ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. അവരുടെ കുറേ പണം കൈമോശം വന്നു. ഒരാളൊരു പണം കുറേ കൊടുത്തിട്ടുണ്ട്, സമയത്ത് തിരിച്ച് കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെ കൊടുത്തു? അല്ല, ഞാൻ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ്. എങ്ങനെ കൊടുത്തത്? പണയം വെച്ചിട്ട് കൊടുത്തതാണ്. ഇതെന്താണ് സംഭവം? അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ സ്വർണം പണയം വെച്ചിട്ട് ആ പൈസ അവർക്ക് പണയം വയ്ക്കേണ്ട ആവശ്യമില്ല. ആ പണയം വെച്ചതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു വലിയ എമൗണ്ട് കൊടുത്തു. ഈ എടുക്കുന്ന തുകയുടെ 4-5 ഇരട്ടി ഇവർക്ക് കൈപ്പറ്റിയതിന് ശേഷം അവർ കൊണ്ട് കോടതിയിൽ ആ ചെക്ക് പ്രോമിസറി നോട്ടെല്ലാം കൂടെ കൊണ്ടു കൊടുത്തു. ഒരു മനസാക്ഷിയില്ലാത്ത സ്ത്രീ. 3 ഇരട്ടി പൈസ ഇവരുടെ നിന്ന് മേടിച്ചു കഴിഞ്ഞു. ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ഇത് ഈ സമൂഹത്തിൽ ഞാനിത് പറയുന്നത്, ഞാനിവിടെ നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചു. അവരിപ്പോൾ എന്നെ വിളിക്കില്ല, സ്വാമി അങ്ങനെയൊക്കെ പറഞ്ഞാൽ പൈസ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, എന്തിന് കൊടുത്തത്? നിങ്ങൾ എന്ത് കാര്യത്തിനാണ് കൊടുത്തത്? ഒരു മാന്യമായിട്ടൊരു ബാങ്ക് പലിശ ഒരു രൂപ കൂട്ടി കൊടുക്കുക. ഇതെന്തോ ഒരു പലിശയാണ്. ആ പണമൊന്നും തിരിച്ചു കിട്ടൂല. ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗതിയുള്ളവർ ഇതൊക്കെ എടുക്കൂ. ഇതെല്ലാം ഭീമമായ വിപത്തുണ്ടാക്കും. അനുഭവിക്കാൻ പറ്റില്ല അവസാന കാലത്ത്. എൻ്റെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തളർന്ന് ഭീകരമായ പലിശയ്ക്ക് കൊടുത്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവസാന കാലത്ത് തളർന്ന് ഇങ്ങനെ ഇരുന്നു. ഒരു കൈ, രണ്ട് കൈയും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലിരുന്നു. അപ്പം വല്ലവൻ്റെ വീട് പിടിച്ച് പറിച്ചതും വസ്തു എഴുതി വാങ്ങിച്ചതും അങ്ങനെയുള്ള വസ്തുക്കളൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. കാരണം ആ വീട്ടിൽ ഒരാൾക്ക് കണ്ടാൽ അതിഭീകരമായ വീടാണ്, ആർക്കും താമസിക്കാൻ പറ്റില്ല. മനോദുരിതമാണ്. കാരണം അതൊരു സ്ത്രീയുടെ വീട്. അവരുടെ മകളെ കെട്ടിച്ചയക്കാനായിട്ട് ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ച് പോയി. അവരുടെ വീട് അവർ പ്ലഡ്ജ് ചെയ്തിട്ട് ഈ കല്യാണം നടത്തി മോളെ കയ്യിൽ നിന്ന്. ഇദ്ദേഹം എല്ലാം എഴുതി വാങ്ങിച്ചു. ഈ കൊടുത്തതിൻ്റെ 3 ഇരട്ടി പൈസ അവർ മേടിച്ചിട്ട് വീട് വിട്ടുകൊടുത്തില്ല. ഈ സ്ത്രീ ഇറങ്ങിപ്പോയി. അവരെവിടാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇയാൾ മരിച്ചത് അവസാനം മക്കൾ തമ്മിൽ അടി കാരണം പോയി തൂങ്ങി മരിച്ചു. അപ്പം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പണം പലിശയ്ക്കെടുക്കുകയും പണം പലിശയ്ക്ക് കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക. ബാങ്കിനെ പോലും പ്രശ്നമാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത 1 രൂപ തിരിച്ചടച്ചാൽ ആദ്യത്തെ എത്രയോ കാലം 25 പൈസ മാത്രമേ മുതലാവൂ. 75 പൈസ അവരുടെ ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് ഇത്യാദി ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളോ ഞാൻ ഈ പറയുന്നതേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് കരഞ്ഞ് എങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ ആൾക്കാർ പോവുക. ഇതിനൊന്നും പരിഹാരമില്ല നമുക്ക്. ഒന്നാമത് ഈ കലിയുഗത്തിൽ പൂജ പരിഹാരമില്ല. ഹോമങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റം വരും എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. പല്ലം പലിശയ്ക്ക് എടുത്താൽ നിങ്ങൾ കിട്ടാവുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ ആലോചിച്ചത്. നമുക്ക് എന്തിനൊരു വിധിയുണ്ട്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ഉണ്ട്. ഏത് കാര്യത്തിനുണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട്. ഇപ്പോൾ സിനിമാ നടന്മാരുടെ കാര്യം എടുത്താൽ ഒരു പീരീഡിൽ ഒരാൾക്കാർ വേണം. മമ്മൂട്ടി മോഹൻലാലൊക്കെ വേണം അതിനകത്ത് അത്ഭുതമായിട്ട് നിൽക്കുന്നവർ. അവരെത്രയോ കാലം വർഷങ്ങൾ നിന്നു. അതൊക്കെ അവരുടെ കർമ്മശുദ്ധി കൊണ്ടൊക്കെ നിന്നിട്ടുള്ളതും കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ നിന്നിട്ടുള്ളതാണ്. അല്ലാതെ എല്ലാവർക്കും ഒരു പീരീഡുണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ പോവും. അപ്പോൾ ആ പീരീഡ് നമുക്ക് തിരിച്ച് കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, പലിശയ്ക്ക് കൊടുത്ത് പലിശയ്ക്ക് കൊടുത്ത് സമ്പത്തുണ്ടാക്കിയതിൻ്റെ 3ാം തലമുറ നശിച്ച് നാമാവശേഷമാവും. ഒരാളെങ്കിലും നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. അതിൻ്റെ പ്രധാനമായിട്ട് ഇതിനെ കണ്ണി വരിക്കേണ്ടത്. അപ്പോൾ മാന്യമായിട്ടുള്ള തൊഴിലുകൾ ചെയ്തും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ജീവിച്ചാൽ കിട്ടാവുന്ന ഒരു സുഖം കിടന്നുറങ്ങുമ്പം
പിന്നെ ലൈബിലിറ്റി ഇല്ലാതെ വീട്ടിൽ കിടന്നാൽ ഉറങ്ങുന്ന സുഖം, കടബാധ്യതയില്ലാത്ത ജീവിതം, ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ജീവിതം, ഇതാണ് നമുക്കൊക്കെ വേണ്ടത്. അതുകൊണ്ട് പലിശയ്ക്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും സ്വപ്നങ്ങളും മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.